ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പോത്തങ്കോട് എന്ന് പറയുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് 22 കിലോമീറ്റർ അകലെ പോത്തങ്കോട് അവിടെയുള്ള ശാന്തിഗിരി ആശ്രമം, അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശാന്തിഗിരി ആശ്രമം അന്നദാനം, ആതുര സേവനം, ആത്മബോധനം എന്നീ 3 അടിസ്ഥാന തത്വങ്ങളിലാണ് ആശ്രമം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1969 നവജ്യോതി കരുണാകര ഗുരു സ്ഥാപിച്ച ആശ്രമമാണ് നമ്മുടെ ശാന്തിഗിരി. ആശ്രമത്തിന് മുന്നിലെ പർണശാലയുടെ നിർമ്മാണം ആരംഭിച്ചത് 2001 കേട്ടോ. സെപ്റ്റംബർ 2001 ആരംഭിച്ചത്. പിന്നെ ശാന്തിഗിരി ആശ്രമത്തിൽ വെള്ള താമരയുടെ ആകൃതിയിൽ പർണശാല ഉയർന്നു നിൽക്കുന്നു. 91 അടി ഉയരവും 84 അടി ചുറ്റളവുമുള്ള ഈ വെണ്ണക്കൽ മന്ദിരം പൂർണ്ണമായി വിടർന്ന താമരയുടെ രൂപത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സൗധം കൂടിയാണിത്. വിരിഞ്ഞ താമരയുടെ മാതൃകയിൽ മുകളിലേക്ക് 12 ഇതളും താഴേക്ക് 19 ഇതളുമുണ്ട്. മുകളിലേക്കുള്ള ഇതളിന് 41 അടി ഉയരവും താഴേക്കുള്ള ഇതളിന് 31 അടി ഉയരവും ആണ്. പർണശാലയ്ക്കുള്ളിൽ ഗുരു സമാധി കൊള്ളുന്ന സ്ഥലത്ത് തടിയിൽ താമരമൊട്ടിൻ്റെ രൂപത്തിൽ ശരകൂടം നിർമ്മിച്ചിട്ടുണ്ട്. 27 അടി ഉയരവും 21 അടി വ്യാസവുമുള്ള ശരകുടീരത്തിൻ്റെ ഉൾവശത്ത് പിത്തള പതിച്ചിരിക്കുന്നു. ഇതിൻ്റെ മധ്യത്തിൽ 10 പടികൾക്ക് മുകളിലായി സ്വർണ്ണ നിർമ്മിതമായ ഗുരുരൂപം, നമ്മുടെ കരുണാകര സ്വാമിയല്ലേ, ഗുരുവിൻ്റെ ഗുരുരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 2010 സെപ്റ്റംബർ 12 പർണശാല ലോക ജനതയ്ക്ക് ആരാധനയ്ക്കായി തുറന്നുകൊടുത്തു. പ്രസ്തുത കർമ്മത്തിൻ്റെ തുടക്കം ഭാരതത്തിൻ്റെ നമ്മുടെ പ്രഥമ രാഷ്ട്രപതിയായിരുന്ന വനിതാ രാഷ്ട്രപതിയായിരുന്ന ശ്രീമതി പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ നിർവഹിച്ചു. ഓക്കെ, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ ശാന്തിഗിരി പർണശാലയ്ക്ക്, നമ്മുടെ പർണശാലയുടെ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതെ, പർണശാല. ഉയരം 91 അടി, വ്യാസം 84 അടി. മുകളിലേക്കുള്ള ഇതളുകളുടെ എണ്ണം, ഇതൊക്കെ പറയുന്നത് താഴേക്കുള്ള ഇതളുകളുടെ എണ്ണം 9, ഉള്ളിലുള്ള തൂണുകളുടെ എണ്ണം 9, പുറകത്തെ തൂണുകളുടെ എണ്ണം 12, മുകളിലേക്കുള്ള ഇതളുകളുടെ എണ്ണം 12. ഈ 9 എന്നുള്ളത് ഇതളുകളുടെ എണ്ണം 9 സൂചിപ്പിക്കുന്നത് 9 ഗ്രഹങ്ങളെയാണ് കേട്ടോ. അതെ, 9 ഗ്രഹങ്ങളെ. ഉള്ളിലുള്ള തൂണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 9 പിന്നെ ശാഖകളുണ്ട് കേട്ടോ. ശാഖകൾ കുമളി, കല്ലാർ, സുൽത്താൻ ബത്തേരി, എറണാകുളം, കോന്നി, കുമളി, കോട്ടയം, വൈക്കം, തൃശ്ശൂർ, മലപ്പുറം, തെയ്യാല, പിന്നെ കോഴിക്കോട്, വടകര, കണ്ണൂർ, പാലക്കാട്, കന്യാകുമാരി, മധുര, ബാംഗ്ലൂരു, ഡൽഹി ഉണ്ടെന്ന് തോന്നുന്നു. ഡൽഹിയുണ്ട്. അതെ, ഡൽഹിയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ഇതിൻ്റെ തന്നെ ശാഖകളുണ്ട്. നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ശാഖകളുണ്ട്. ശാന്തിഗിരി ആയുർവേദ വൈദ്യശാലയുണ്ട് കേട്ടോ. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഒരു യൂണിറ്റ് കൂടിയാണ് ശാന്തിഗിരി ആശ്രമം എന്ന് വൈദ്യശാല എന്ന് പറയുന്നത്. കരുണാകര ഗുരു 1986 വൈദ്യശാല തുടങ്ങിയത്. ആശ്രമ അന്തേവാസികൾക്കായി ഒരു മൺകുടത്തിൽ എളിയ രീതിയിൽ ആരംഭിച്ചതാണ് ഇതിൽ. പിന്നെ അവർ ചെയ്യുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ കൂടിയുണ്ട്. അതെ, സൗജന്യ ഭക്ഷണ വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ ദരിദ്രർക്കായിട്ട് അവർ ആഹാരം കൊടുക്കും കേട്ടോ. അവരുടെ മുന്നിൽ ആര് വന്നാലും, അതായത് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് മാത്രമല്ല അവിടെയുള്ള അന്തേവാസികൾക്കും അവർ ആഹാരം കൊടുക്കുന്നുണ്ട് കേട്ടോ. സൗജന്യമായിട്ട് തന്നെയാണ് അവർ ആഹാരം കൊടുക്കുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പർണശാലയുടെ വീഡിയോ നമ്മൾ കാണുമ്പോഴത്തേ നല്ല ഇതായിട്ട് കിട്ടുന്ന ലൈറ്റിന് വേണ്ടിയുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ടല്ലോ, ലൈറ്റ് ഓപ്പറേറ്റേഴ്സാണ്. ഇപ്പം നിങ്ങൾ അവിടെ ഇരുന്ന ലൈറ്റ് ഓപ്പറേറ്ററാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് കേട്ടോ. നമ്മളിതിൻ്റെ സൈഡ് വാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നദാനം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൂടാതെ തന്നെ ആരോഗ്യ പരിരക്ഷ കൊടുക്കുന്നുണ്ട്. ഏറ്റവും പാവപ്പെട്ടവർക്കായിട്ടുള്ള ആതുര സേവനം അഥവാ രോഗിയുടെ പരിപാലനം, ഗുരുവിൻ്റെ ദർശനത്തിന് സഹായകമായ ചടങ്ങാണത്. ആയുർവേദ സിദ്ധ ഗവേഷണ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, ഓൺ സൈറ്റ്, ഓഫ് സൈറ്റ് ഹെൽത്ത് കെയറുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്യാമ്പുകളും നടത്തി വരുന്നുണ്ട്. നമ്മുടെ നമ്മുടെ ഇവിടുത്തെ തന്നെ നമ്മുടെ ഒരു അനിയൻ പറയുന്നത്, നമ്മുടെ ശ്യാം ഡോക്ടർ ഇവിടെ വന്ന് പുള്ളി നമ്മുടെ ഗുരുവിനെ ഒന്ന് പഠിക്കുന്നത്. ആ
പഠിച്ചിട്ട് പോകുന്ന സമയത്താണ് അംബാസിഡറെ നമ്മൾക്ക് കൊടുത്തിട്ട് പോകുന്നത്, ഗുരുവിന് കൊടുത്തിട്ട് പോകുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു സീറ്റ് കിടപ്പുണ്ട്. അത് നമ്മുടെ ചന്തിരൂരുകാരനാണല്ലോ ഗുരു. അതായത് ഗുരുവിൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്തും അതിനുപരി ഏറ്റവും വലിയൊരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ കൊടുത്തതാണ് ആ ഫ്രണ്ട്. ഈ ഫ്രണ്ട് കിടക്കുന്ന ആംബുലൻസിലാണ് അയാൾ പുള്ളിയുടെ ഡെഡ് ബോഡിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന് പോയത്. ഇതൊരു നമ്മുടെ ക്യാരവാനാണ്. ഇതൊരു 2012 മോഡൽ ടൂറിസ്റ്റ് ബസ്സാണ്. ഫുൾ DJ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇത് നമ്മുടെ 2012 നമ്മുടെ ശിഷ്യപൂജയ്ക്ക് ചെറുതായിട്ടൊന്ന് വയ്യാതെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും, പറ്റുന്നില്ല. അപ്പോൾ പുള്ളിക്ക് ഈ 6 മാസം കൂടുന്നത് ഈ നമ്മുടെ കൊല്ലത്തൊക്കെ ഉള്ള ആശ്രമത്തിലൊക്കെ വിസിറ്റിന് പോകണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാമിമാരൊക്കെ ഈ സ്കീൽ മോഡിന് ശേഷമാണ് ഈ ബസ്സിലേക്ക് പരിശീലിക്കുന്നത്. പക്ഷേ അത് സക്സസ്ഫുള്ളായിട്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തൊരു നമ്മുടെ ബാത്റൂം, ഹാൾ, പിന്നെ ഒരു പ്രെയർ ഹാള് എല്ലാം വരുന്നുണ്ട്. ഇപ്പോഴും ഇത് കണ്ടീഷനാണ്. അതും ഇത് ബാക്കിയെല്ലാം ഒരു ചെറിയ പണിയുണ്ട്. അതിൽ നിന്നിട്ട് അടുത്ത വർഷത്തെ കുംഭമേളയ്ക്ക് നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഓടിക്കാണുന്നതാണ്. ഓക്കെ, ദേവതീർത്ഥം. ഓക്കെ, താങ്ക് യു. ദേവതീർത്ത് അനിയൻ പറഞ്ഞത് കേട്ടല്ലോ, നമ്മുടെ അടുത്ത് 1983. അതെ, അതാണ് ഇവിടുത്തെ ഇത്. പിന്നെ ഈ വണ്ടികൾ ഇവിടെ ഇപ്പോഴും അവർ വളരെ നല്ല രീതിയിൽ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ 2-3 വണ്ടിയൊക്കെ ചെറിയ പണിയുണ്ട്. അതൊക്കെ അടുത്ത ഇതിൽ അവർ ക്ലിയർ ചെയ്ത് നമ്മളെ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മബോധനം, ഇവിടെ വരുന്ന ആത്മബോധനം എന്ന് പറയുമ്പോൾ ആശ്രമത്തിനുള്ള ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ഭാഗമാണ് ആത്മബോധനം അഥവാ ആത്മീയ ഉണർവ്. 2 തരങ്ങളിലാണ്: യുക്തിപരവും അതീന്ദ്രിയവും. ആദ്യത്തേത് അജ്ഞത ഇല്ലാതാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രണ്ടാമത്തേത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അറിവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പിന്നെ സാമ്പത്തിക വികസനം. പുനർജീവിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ ദർശനത്തിൻ്റെ ഭാഗമായി ആശ്രമം സാമ്പത്തിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വ്യാപാര വൈദഗ്ധ്യത്തിലുള്ള സ്ത്രീകൾക്കുള്ള പിന്തുണയിലും ഊന്നൽ നൽകുന്നു. കുടിൽ വ്യവസായ പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പകൽ ഇത് നമ്മൾ രാത്രി എടുത്ത ശാന്തിഗിരിയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പകൽ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പകലുള്ള വീഡിയോയും നിങ്ങളെടുത്ത് കാണിക്കും. ഇപ്പോൾ ശാന്തിഗിരിയിൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ല അലങ്കാരവും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും, സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ഇത് നമ്മൾ അവിടെയുള്ള ശാന്തിഗിരി ആശ്രമത്തിന്റെ വീഡിയോ എടുത്തുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നല്ല നല്ല സ്നേഹത്തിലാണ് കേട്ടോ. വീണ്ടും വരണം. അതെ, അവിടെ പോകുമ്പോൾ നമുക്ക് ശാന്തി തന്നെയാണ് കേട്ടോ. അവിടെ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് അതോടെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് എല്ലാവരും അവിടെ കയറുന്നത് കേട്ടോ. നമ്മളെ കാണുമ്പോൾ അവര് വരെ തൊഴും. അതെ, നല്ലതുപോലെയാണ് കേട്ടോ. അപ്പൊ ഇവർക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെയും വരാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ശാന്തിഗിരി ആശ്രമം നിങ്ങൾ എന്തായാലും വന്ന് അല്ല, മറ്റു സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. എന്നാലും വരാത്തവർ വന്ന് കാണണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ രാത്രിയുള്ള കാഴ്ച കാണുന്നത്. പകല് കണ്ടിട്ടുണ്ട്, പക്ഷെ രാത്രി കാണുന്നത് ആദ്യമായിട്ടാണ്. നല്ല അടിപൊളിയായിരുന്നുണ്ട്. ആ ഒരു താമര പല കള്ളുകരകളിൽ മാറുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളോട് പങ്കുവെച്ചത്. അവർ ഞങ്ങളുടെ ഇനിയും വരണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാത്തരം ആയുർവേദ മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. വളരെ ശുദ്ധ കറക്റ്റ്. സത്യം പറഞ്ഞാൽ ഇത് കറക്റ്റ് എല്ലാം അറിയണമെങ്കിൽ അത് പകൽ തന്നെ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നുന്നു. അവർ ആ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നതൊക്കെ എല്ലാം നമുക്ക് കിട്ടത്തില്ല. അതെ, എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഇപ്പോൾ തിരക്കൊക്കെ കൂടുതലല്ലേ. പകൽ അങ്ങനെയാണെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് പോയാൽ നമുക്ക് അവിടെയുള്ള ഗുരുവിൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ പറ്റും. ഇവിടെ ഇപ്പോൾ ഇൻചാർജിലുള്ള ഗുരുവിൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് അവിടെ നല്ല ശാന്തിയും നല്ല സൈലൻ്റാണ് കേട്ടോ. നടന്നു പോകാനൊക്കെ ആയിട്ട് നല്ല സൈലൻ്റാണ്. നമ്മുടെ പർണശാലയ്ക്ക് അകത്ത് പ്രവേശനം ഇല്ല കേട്ടോ. വീഡിയോ പ്രവേശനം ഇല്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളത് വീഡിയോ കാണിക്കാനുള്ള ഇതില്ല കേട്ടോ, അനുവാദമില്ല. നമുക്ക് എല്ലാവർക്കും കയറി പോകാം കേട്ടോ. അതെ, കുടിക്കാനുള്ള വെള്ളം എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുറത്തുള്ള വ്യൂ ആണ്. നമ്മൾ ഇറങ്ങാറായി വരികയാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു സൈഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പർണശാലയ്ക്ക് ചുറ്റായ ഒരു അവരാണ് വഴിയെല്ലാം പറഞ്ഞു തരുന്നത്. അതെ, കറങ്ങി അങ്ങനെ നേരെ നമ്മൾ ഇവിടുന്ന്
ഇറങ്ങുകയാണ് കൂട്ടുകാരെ. അതെ. അപ്പോൾ ഞങ്ങളുടെ ശാന്തിഗിരി ആശ്രമത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. ഇതുവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു യാത്രാ വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് അടുത്തൊരു ഈ വീഡിയോയിൽ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ കേട്ടോ. അപ്പം അടുത്ത യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് ഫോർ വാച്ചിങ്.